എൽവറിൻ്റെ WLC പ്രീമിയം 2 എന്ന മോഡൽ എങ്ങനെ ഒരു DOL സ്റ്റാർട്ടറുമായി കണക്ട് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഇതിന് LNTയുടെ DOL സ്റ്റാർട്ടറാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ മുകൾ ഭാഗത്ത് RYB എന്ന് പറഞ്ഞ് 3 ഫേസ് വന്നിട്ടുണ്ടാകും. DOL സ്റ്റാർട്ടറിന് ഇൻപുട്ടായി RYB 3 ഫേസ് ഉണ്ടാകും. അവിടെ B ഫേസിൽ നിന്നും ഒരു മെലിഞ്ഞ വയർ, ഒരു മഞ്ഞ വയർ, ഇപ്പോൾ ടച്ച് ചെയ്ത വയർ, അത് പുഷ് ബട്ടൻ്റെ ഒരു ഏറ്റവും വലത്ത് ഭാഗത്തെ പോയിന്റിലേക്ക് വന്നിട്ടുണ്ടാകും. ഈ യെല്ലോ വയർ ഇവിടെ നിന്നും അഴിക്കണം. പുഷ് ബട്ടൻ്റെ ഏറ്റവും വലത്ത് ഭാഗത്തെ പോയിന്റിലേക്ക് വന്നത് അത് അവിടെ നിന്നും അഴിക്കണം. അത് അഴിച്ചതിന് ശേഷം ഈ മഞ്ഞ വയറിനെ നീളം കൂട്ടിയിട്ട് നമ്മുടെ വാട്ടർ ലെവൽ കൺട്രോൾ WLC പ്രീമിയം 2 മോഡൽ വാട്ടർ ലെവൽ കൺട്രോൾ ടെർമിനൽ നമ്പർ 1 കണക്ട് ചെയ്യുക. അതിനുശേഷം ടെർമിനൽ നമ്പർ 3 നിന്നും ഇപ്പോൾ ടെസ്റ്റഡ് കാണിച്ചിരുന്ന പോയിന്റിലേക്ക് വയർ ചെയ്യുക. പിന്നെ ടെർമിനൽ നമ്പർ 2 വാട്ടർ ലെവൽ കൺട്രോളിൻ്റെ ടെർമിനൽ നമ്പർ 2 ഒരു ന്യൂട്രൽ കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ന്യൂട്രൽ കറക്റ്റാണ് എന്നുള്ളത്. WLC പ്രീമിയം 2 എന്ന മോഡലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇതോടൊപ്പം ഒരു സിംഗിൾ ഫേസിംഗ് പ്രിവെൻഡർ റിലേ കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മോട്ടോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. 3 ഫേസ് മോട്ടോറിൽ ഏതെങ്കിലും ഒരു ഫേസ് ഇല്ലാതായാൽ അത് വർക്ക് ചെയ്താൽ അതിൻ്റെ മോട്ടോറിന് അത് അത്ര നല്ലതല്ല. മോട്ടോർ എക്സസ് കറണ്ട് എടുക്കുകയും അത് കേടുവരാനുള്ള സാധ്യത ഉണ്ട്. ഇത് ഒഴിവാക്കുവാനായി സിംഗിൾ ഫേസിംഗ് പ്രിവെൻഡർ റിലേ എന്ന ഒരു ഉപകരണം ഉപയോഗിക്കുന്നു. ഇതിൽ മിനിലെക് എന്ന കമ്പനിയുടെ സിംഗിൾ ഫേസിംഗ് പ്രിവെൻഡറാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ RYB എന്ന് 3 വയർ കാണാം. 3 കളർ കോഡുള്ള 3 വയർ RYB. അതിനുശേഷം 2 ഗ്രേ വയർ കാണാം. ഈ RYB വയറുകൾ നമ്മുടെ സ്റ്റാർട്ടറിൻ്റെ മെയിൻ ഇൻകമിംഗ് ടെർമിനൽ RYB എന്ന ടെർമിനലിൽ യഥാക്രമം കണക്ട് ചെയ്യുക. അതിനുശേഷം വാട്ടർ ലെവൽ കൺട്രോളറിൻ്റെ 1 വന്ന വയറില്ലേ, അതായത് മറ്റേ സ്റ്റാർട്ടറിൽ നിന്ന് ഒരു മഞ്ഞ വയർ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ വയർ ഇതിൻ്റെ ഒരു ഗ്രേ വയറിൽ കണക്ട് ചെയ്യുക. ഇതിൻ്റെ രണ്ടാമത്തെ ഗ്രേ വയർ നമ്മുടെ വാട്ടർ ലെവൽ കൺട്രോളറിൻ്റെ ടെർമിനൽ നമ്പർ 1 കൊടുക്കുക. അതായത് ഇത് ഈ സിംഗിൾ ഫേസിംഗ് പ്രിവെൻഡറിലെ റിലേ ഓൺ ആയാൽ മാത്രമേ നമ്മുടെ വാട്ടർ ലെവൽ കൺട്രോളറിൻ്റെ 1 സപ്ലൈ ലഭിക്കുകയുള്ളൂ. അത്തരത്തിൽ വയർ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ഏതെങ്കിലും കാരണവശാൽ ഒരു ഫേസ് ഇല്ലാതാവുകയോ അല്ലെങ്കിൽ ഫേസ് സീക്വൻസ് തെറ്റായി പോവുകയോ മാറിപ്പോവുകയോ അല്ലെങ്കിൽ ലോ വോൾട്ടേജ് വരികയോ ചെയ്താൽ ഈ സിംഗിൾ ഫേസിംഗ് പ്രിവെൻഡറിലെ റിലേ ഓഫ് ആവുകയും തന്മൂലം എൽവർ വാട്ടർ ലെവൽ കൺട്രോളിൻ്റെ ടെർമിനൽ നമ്പർ 1 കൊടുത്ത വയറിലേക്കുള്ള സപ്ലൈ ഡിസ്കണക്റ്റ് ആവുകയും ചെയ്യും. അങ്ങനെ സ്റ്റാർട്ടറിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആക്കുന്നതായിരിക്കും. ഈ സിംഗിൾ ഫേസിംഗ് പ്രിവെൻഡർ റിലേ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എൽവർ അത് റെക്കമെൻഡ് ചെയ്യുന്നു. ഇനി ഇത് കൊടുത്തതിന് ശേഷം RYB കണക്ഷൻ കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഇതിലെ ലൈറ്റ് ഹെൽത്തി എന്നുള്ള LED കത്തേണ്ടതാണ്. ഈ സിംഗിൾ ഫേസിംഗ് പ്രിവെൻഡറിലെ ഹെൽത്തി എന്ന LED കത്തേണ്ടതാണ്. അഥവാ കത്തുന്നില്ല എങ്കിൽ ഏതെങ്കിലും 2 ഫേസ് ഇതിൻ്റെ ഈ മെലിഞ്ഞ RYB കണക്ഷൻ ഉണ്ടല്ലോ, അതിലത്തെ ഈ 2 ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറ്റി കൊടുക്കുക. അപ്പോൾ ഫേസ് സീക്വൻസ് ശരിയാവുകയും ഈ LED കത്തുകയും ചെയ്യും. അപ്പോൾ അതിലെ റിലേ ഓൺ ആവുകയും ചെയ്യും. ഇതിലെ റിലേ ഓൺ ആയത് കാരണം നമ്മുടെ വാട്ടർ ലെവൽ കൺട്രോളിൻ്റെ ടെർമിനൽ 1 സപ്ലൈ ലഭിക്കുകയും വാട്ടർ ലെവൽ കൺട്രോളിൻ്റെ റിലേ വാട്ടറിൻ്റെ ലെവലിനനുസരിച്ചിട്ട് ഓൺ ഓഫ് ആവുകയും ചെയ്യുന്നതായിരിക്കും. ഇനി പിന്നീട് ഏതെങ്കിലും കാരണവശാൽ ഈ ഫേസ് സീക്വൻസ് ഏതെങ്കിലും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കണക്ഷനിലോ മറ്റോ ഫേസ് സീക്വൻസ് തിരിഞ്ഞു പോയാൽ ഇത് മോട്ടോറിന് തിരിഞ്ഞു കറങ്ങാതിരിക്കുവാനും ഈ സിംഗിൾ ഫേസിംഗ് പ്രിവെൻഡർ സഹായിക്കുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, എൽവറിൻ്റെ WLC പ്രീമിയം 2 എന്ന മോഡലാണ് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ ടെർമിനൽ നമ്പർ 2 പക്ക ന്യൂട്രൽ കൊടുക്കേണ്ടതാണ്. താങ്ക് യു.